നമ്മളിതേ റോസ് ബാങ്ക് മോളിലേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെ കാണാൻ എന്ത് രസമാക്കി കണ്ട, നല്ല രസമില്ലേ. ഇത് റോസ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. റോസ് ബാങ്ക് ഇവിടെയാണ് നമ്മളുടെ ഇലൂഷൻസ് മ്യൂസിയം. ഞാൻ ഇതുവരെയായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു മ്യൂസിയത്തിനെ പറ്റി കേട്ടിട്ടില്ല. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് പോയി കാണാം. റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ ഈ എന്താ പറയാ ഗവൺമെന്റ് ഒന്നും തന്നെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യില്ല. ഭയങ്കര കൊളാണ്. ഇവിടുത്തെ റോഡും തേങ്ങയൊക്കെ ഭയങ്കര മോശമാക്കിക്കാം. ഇവന്മാരൊക്കെ ധൈര്യമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് ആയിരിക്കും. അല്ല ഈ റോസ് ബാങ്ക് അല്ലേ? Because this is a starting point for the red bus tour. The red bus tour. അതെ റെഡ് ബസ് ഉണ്ട്. ഇവിടുത്തെ ബസ് മെട്രോ സ്റ്റേഷന്റെ ഇതല്ലേ ഇത്? ഔട്ട് ട്രെയിൻ സ്റ്റേഷന്റെ മെട്രോ സ്റ്റേഷന്റെ എൻട്രൻസ് ആട്ടത്. ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ കിട്ടും. മതി. ഇത് തുറന്നു. ഈ മാളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദ സോൺ അറ്റ് റോസ് ബാങ്ക്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ. കണ്ടോ, ഒരു എന്താ പറയുക, ഒരു യൂറോപ്പ് ടച്ചില്ലേ. ഇവിടെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ വെറുതെ കാശ് മേടിക്കില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് കാശ് മേടിക്കുന്നത്. കണ്ടോ, നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിൽക്കുക. ഇത് കുവായി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. നമ്മളപ്പോൾ കുവായി എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇത് വന്നിട്ട് മോക്ക എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റും കോഫിയുള്ള ഡ്രിങ്ക് എടുത്ത്, ഞാനൊരു സ്പൈസി ബരീറ്റോ, പിന്നെ ഒരു മോക്ക ഞാനും എടുത്തു. ഈ ചന്ദ്രപ്പ ഇവിടെ ഓർഡർ ചെയ്യാം. ഇത് വൺ ഓഫ് ദ ഹെൽത്തി ഷോപ്പാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. എന്തായോ സ്പൈസി ബരീറ്റോ? എന്റെ സ്പൈസി ബരീറ്റോ പറയട്ടോ. നമ്മളെ ഷൂ വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ഷൂ എടുക്കണം എന്നായിരുന്നു, പക്ഷെ ഇത് കാലിലിട്ടിട്ടേ ഒരു ഭംഗിയില്ല. ഈ ഷൂസ് നോക്കായിരുന്നു, ഒരു 50% ഓഫറാണ്. ഞാൻ ഈ ഷൂസ് എടുക്കാൻ പോവാം. അതെന്റെ സാധനം വെച്ചോ. മ്യൂസിയം ഓഫ് ഇലൂഷൻസ്. നല്ല ഡെക്കറൊക്കെ നന്നായിട്ടുണ്ടല്ലേ.
ഇത് ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു മ്യൂസിയം തുറക്കണത്. It's you. Do you have my face? Who are you? ഇതിന്റെ ഉള്ളിൽ കയറിയാലുണ്ടല്ലോ ഇത് ഇൻഫിനിറ്റ് പോലെ. ഇൻഫിനിറ്റ് കാണാം. This is that thing. അയ്യോ ഇത് അവിടെ പോയിട്ട് തിരിച്ചു വരണം തോന്നണേ. ഇത് ടണല് കയറാൻ പോകട്ടെ. അതിന്റെ പേരാണ് വോർട്ടെക്സ് ടണല്. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ തല കറങ്ങണോണം തോന്നും. ഇത് കണ്ടോ? Oh my god, നോക്ക്. ഇത് ഭയങ്കര ഇല്യൂഷൻ ആട്ടോ. See this. It's okay, scary one. Not regular. Excellent. Oh, ഇത്ര ഉള്ള സ്പേസ്. Yeah, true. Excellent. അപ്പോൾ നമ്മൾ നമ്മുടെ ഇലൂഷൻസ് മ്യൂസിയം കണ്ടു. പിന്നെ നമ്മൾ അറിയാണ്ട് കയറിയ ഒരു ഷോപ്പിൽ ആക്ച്വലി കൺവേഴ്സിൻ്റെ നല്ലൊരു ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പോയിട്ട് ഷൂ മേടിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കട്ടോ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള മസാല ദോശ കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് മസാല ദോശയും ചായ ഓർഡർ ചെയ്യാം. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഫ്ലാസ്ക് നിറച്ച് ചായ കൊണ്ടുവരും. നമുക്ക് 2-3 ചായ കിട്ടും. എനിക്കത് തന്നെ ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടുത്തെ മസാല ദോശ നമ്മുടെ നാട്ടിലെ മസാല ദോശയായിട്ട് ചായയുള്ള മസാല ദോശയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ മസാല ദോശ കഴിക്കും. പിന്നെ ടുട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ് പനീർ കറി. അപ്പോൾ അതെന്തായാലും പനീർ കറി വിത്ത് റൊട്ടി അല്ലെങ്കിൽ നാണ്, നമ്മൾ ഗാർലിക് നാണ് നമ്മൾ ഓർഡർ ചെയ്യും. അതും ഇവിടെ നല്ല ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മസാല ദോശയും. അങ്ങനെ നമ്മളുടെ ഫുൾ ഡേ ഔട്ടിങ്ങിന് ശേഷം നമ്മൾ വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോൾ വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഇതൊക്കെ ഞാൻ ഷോപ്പ് ചെയ്ത് എൻ്റെ ഷൂവും സാധനങ്ങളും കേട്ടോ. ലൈറ്റിട്ട് നമ്മളുടെ ഷൂ മേടിച്ച്. ഇതാണ് നമ്മൾ മേടിച്ച ഷൂ. ഓർമ്മ എൻ്റെ പുതിയ ഷൂ. നൈസ്. ഭീകരമായ വേറെ ഡിസൈനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാലിട്ടിട്ട് അതൊന്നും ഭംഗിയില്ല. ഫുള്ള് ഭയങ്കര ജങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഷൂ. അപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ലിറ്ററലി സോ കൂൾ. Hello everybody, we are eggs. അവിടെ ആക്ച്വലി 50% ഓഫ് ഉണ്ടായിരുന്നു ഈ ഷൂവിന്. ഈ ഷൂവിന് അല്ലെങ്കിൽ എത്ര വർഷമായിരുന്നു? 2600 ആയിരുന്നല്ലേ? 2300 റാൻഡ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വില. 2300 എന്ന് പറഞ്ഞാൽ 12,000
10,000 രൂപ. ഇപ്പം അതിൻ്റെ പകുതി കാശിന് കിട്ടി 5,000 രൂപയ്ക്ക് നമുക്ക് ഈ ഷൂ കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിൽ എത്രയാണോ വില എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മൾ ഇനി ഒരു സിനിമ കാണാൻ പോകാം. നമ്മൾ ഓൾറെഡി പുറത്തുനിന്നാണല്ലോ ഡിന്നർ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു സിനിമ കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും മലയാളം പടമോ അല്ലെങ്കിൽ തമിഴ് പടമോ അല്ലെങ്കിൽ ഹിന്ദി പടമോ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ടുട്ടുവിൻ്റെ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ടുട്ടുവിൻ്റെ ഒരു ചാനലുണ്ട്, പ്ലേ വിത്ത് ടുട്ടു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ചാനൽ തുടങ്ങണേക്ക് മുന്നേ ഞാൻ ആ ചാനൽ ചെയ്തായിരുന്നേ. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ രണ്ടും കൂടി ചെയ്യാൻ സമയം കിട്ടാത്തതിനെ നിർത്തി. പക്ഷെ ടുട്ടു 5 വയസ്സുള്ളപ്പോൾ ടുട്ടു എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടുട്ടു? അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ അവർ ലൈഫ്. ഇന്ന് മൊത്തം ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ, പുറത്ത് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ ഐശ്വര്യ, പിന്നെ നമ്മളുടെ മൊത്തം ഫാമിലി. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ടാ. ബൈ ബൈ. പറഞ്ഞേ ബൈ.